നമ്മൾ നാളെ വിധി ദിനമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ളത് എന്നതാണ് തത്സമയം പരിശോധിക്കുന്നത്. ഇനി ചേലക്കരയിലേക്ക്. ഇടത് കോട്ടയാണ് ചേലക്കരയെങ്കിലും കോട്ടയിൽ വിള്ളലുണ്ടാക്കുക എന്നതാണ് UDF-ന്റെയും NDA-യുടെയും ലക്ഷ്യം. ചേലക്കര കൈവിടുന്നത് ഇടത് ക്യാമ്പിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യവുമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ സൂരജ് സജി, അശ്വിൻ പാലാഴി, പ്രഭിത ലക്ഷ്മി എന്നിവർ തത്സമയ വിവരങ്ങളുമായി. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, LDF-നെ സംബന്ധിച്ച് 1996 മുതൽ, അതായത് തുടർച്ചയായി 28 വർഷം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരിടക്കാലത്ത് 2016 UR പ്രദീപ് തിരികെ വീണ്ടും UR പ്രദീപിലേക്ക് മണ്ഡലം പോകുമോ എന്നുള്ള വലിയ ചോദ്യം. ഈ ഇടത് ചെങ്കോട്ട കൈവിടുക എന്നുള്ളത് LDF-ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതുമല്ല. അപ്പോൾ എന്താണ് LDF ക്യാമ്പ് പറയുന്നത്? അവരുടെ ഭൂരിപക്ഷ പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? അനുജ, CPM-നെയും LDF-നെയും സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ് ചേലക്കര എന്ന് പറയുന്നത്. പാലക്കാടോ വയനാടോ എന്ന് സംബന്ധിച്ച് അവിടെ ഒരു തോൽവി നേരിടുന്നതിലുപരി ചേലക്കരയിൽ ഒരു തോൽവി ഉണ്ടായാൽ അത് LDF-നെ സംബന്ധിച്ച് താങ്ങാവുന്നതല്ല. അതിലുപരി 28 വർഷമായി സുരക്ഷിതമായി LDF കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ് ചേലക്കര. അതുകൊണ്ട് തന്നെ ഇക്കുറിയും ആ ഇടതു കോട്ട എന്ന പേര് തകരില്ല എന്നുള്ളത് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി UR പ്രദീപ് ജയിച്ചു കയറും എന്നുള്ളതാണ് LDF-ന്റെ തന്നെ ഈ ബൂത്ത് കമ്മിറ്റികൾ നൽകിയിരിക്കുന്ന കണക്കുകൾ പറയുന്നത്. പക്ഷേ നേതാക്കൾ ഈ 18,000 എന്ന വോട്ടിലേക്ക് പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നില്ല. പകരം 5,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും UR പ്രദീപ് ജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ. അതിലുപരി നാളെ ഈ വോട്ടെണ്ണൽ തുടങ്ങുന്ന ഒരു സ്ട്രാറ്റജി നോക്കിയാൽ പോലും കൃത്യമായ ഇടതുമേൽക്കൈ ആദ്യം മുതൽ ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് ഒരു ട്രെൻഡായി തന്നെ രൂപപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ആദ്യം എണ്ണി തുടങ്ങുക വരവൂരാണ്. വരവൂർ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2021 കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് 4,000-ലധികം വോട്ടുകളായിരുന്നു ഈ വരവൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. അത് 2024 പാർലമെന്റിലേക്ക് കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് അത് 1,000-ലധികം വോട്ടുകളായി മാറുന്നു. അവിടെ ഇടിവുണ്ടാകുന്നു. പക്ഷേ എന്നാൽ പോലും 1,000-ലധികം വോട്ടിന് കെ രാധാകൃഷ്ണൻ ഈ വരവൂരിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നാളെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ആദ്യ 14 ബൂത്ത് വരവൂരിൽ എണ്ണുന്ന സമയത്ത് അവിടെ ഒരു 2,000 വോട്ടിലേക്ക് LDF എത്തുകയാണെങ്കിൽ, LDF-ന്റെ മാർജിൻ ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു ഇടത് കാറ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്തായാലും അവസാന വട്ടം ഈ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ശേഷിക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് ക്യാമ്പുള്ളത്. അനുജ, അതെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം ഇവിടെ കുറഞ്ഞു പോയിട്ടുണ്ട് വലിയ തോതിൽ എന്നുള്ളത് LDF-ന് ആശങ്കയാകുന്നുണ്ടോ? അതോ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാറ്റേൺ അല്ല ഇവിടെ എന്നുള്ള ആത്മവിശ്വാസത്തിലാണോ LDF ക്യാമ്പ്? നമുക്ക് കാത്തിരിക്കാം ഫലമറിയാൻ. ഇനി പോകുന്നത് അശ്വിൻ പാലാഴിയിലേക്ക്. NDA ക്യാമ്പിന്റെ ഈ ഘട്ടത്തിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്നതാണ് അശ്വിൻ പാലാഴി പങ്കുവയ്ക്കുന്നത്. അശ്വിൻ, NDA സംബന്ധിച്ചിടത്തോളം തിരുവല്വാമലക്കാരനാണ് അവരുടെ സ്ഥാനാർത്ഥി. പഞ്ചായത്ത് ഭരണത്തലപ്പത്തുണ്ടായിരുന്നയാളാണ്. ആ തരത്തിലേക്കൊക്കെ പ്രദേശവാസിയാണ്, ജനകീയനാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷ അവരിൽ ഈ ഘട്ടം അവർ പങ്കുവയ്ക്കുന്നത് എന്തൊക്കെയാണ്? അനുജ, ലോക്സഭയിലേക്ക് തൃശ്ശൂരിലൂടെ BJP അക്കൗണ്ട് തുറന്നൊരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത്, ആ ജില്ലയിലാണ് ഈ ചേലക്കര ഉൾപ്പെടുന്നത് എന്നുള്ള വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. അവിടെ അവർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിനെല്ലാം അപ്പുറത്തേക്ക് കെ ബാലകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി, ബാലേട്ടൻ എന്ന ജനങ്ങൾക്കിടയിലേക്ക് അവർ അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്ക് പൊതുവെ ചേലക്കരക്കാരുടെ മനസ്സിലുള്ളൊരു സ്ഥാനം അത് ചെറുതല്ല. വളരെ സൗമ്യനായ ഒരു വ്യക്തി, ആളുകളുടെ ഇടപെടലിൽ വളരെ പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിലിടം പിടിക്കാൻ കഴിവുള്ളൊരു വ്യക്തി എന്നതൊക്കെ രാഷ്ട്രീയേതരമായി ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് BJPക്കുള്ള വലിയ പ്രതീക്ഷകളാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പറഞ്ഞാൽ ചേലക്കര മണ്ഡലത്തിൽ ഈ പുതുതായി ചേർക്കപ്പെട്ട 9,500-ലധികം വോട്ടുകളുണ്ട്. അതിൽ ഏകദേശം 6,000 മുതൽ 7,000 വരെ വോട്ടുകൾ BJP ചേർത്തതാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ആ വോട്ടുകൾ കൂടി BJPക്ക് ലഭിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ അവർക്ക് നേടാനായത് 25,000-ലധികം വോട്ട്, 25,000-നും 26,000-നും ഇടയ്ക്ക് വോട്ടുകളാണ്. അതിനോടൊപ്പം പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളും പൊതുവെ കിട്ടുന്ന വോട്ടുകളുമൊക്കെ ചേർത്താൽ ഏകദേശം ഒരു 35,000-ഓളം വോട്ട് ഇത്തവണ പിടിച്ചെടുക്കാനാകും എന്നുള്ളൊരു വിശ്വാസമാണ്, പ്രതീക്ഷയാണ് BJP ക്യാമ്പ് വെച്ചു പുലർത്തുന്നത്. അതിനപ്പുറത്തേക്ക് വലിയൊരു വെല്ലുവിളി രണ്ട് മുന്നണികൾക്കും ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാനാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് വലിയൊരു അമിത ആത്മവിശ്വാസം, വിജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസമൊന്നും BJP ക്യാമ്പ് ഇപ്പോഴും പറയുന്നില്ല. എന്തായാലും വലിയൊരു മത്സരം അത് BJPയിലൂടെ തന്നെ, BJPയിലെ സ്ഥാനാർത്ഥിയിലൂടെ തന്നെ ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് NDA ക്യാമ്പ് അവസാന നിമിഷവും പുറത്തുവെക്കുന്നത്. എന്തായാലും ഈ പ്രതീക്ഷകൾക്കെല്ലാം ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടാവുക. അനുജ, അതെ, കടുത്ത മത്സരം കാഴ്ചവെക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ബാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം.